സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 18, 12 മുതൽ 14 വരെ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 100 ആട് ഉണ്ട് എന്നിരിക്കട്ടെ. അവയിൽ ഒന്ന് തെറ്റി ഉഴന്നുപോയാൽ 99നെയും വിട്ടേച്ച് തെറ്റിപ്പോയതിനെ മലകളിൽ ചെന്ന് തിരയുകയില്ലയോ? അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത 99ലും അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ മനുഷ്യരെ തെറ്റിക്കുന്ന, മനുഷ്യരെ തുച്ഛീകരിക്കുന്ന, മനുഷ്യരെ നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന ജനങ്ങളോട്, പ്രത്യേകിച്ച് പരീശന്മാരായി സദൂക്യരായി യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷാകാലത്ത് ആത്മീയ തലത്തിൽ ഞങ്ങൾ വലിയവരാണെന്ന് ചിന്തിക്കുകയും എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ തെറ്റിച്ചു കളയുന്ന ഉപദേശങ്ങൾ നൽകുന്നവർ, അങ്ങനെയുള്ളവരോടാണ് യേശു ഇവിടെ സംസാരിക്കുന്നത്. അവരോട് കർത്താവ് പറയുന്നത് ഒരു ഉപമയിലൂടെയാണ്. ഒരു മനുഷ്യനുണ്ടായിരുന്ന 100 ആടുകളിൽ ഒന്ന് നഷ്ടപ്പെടുന്നു. ആ മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കുന്നില്ല, ഒന്ന് മാത്രമല്ലേ നഷ്ടമായത്, സാരമില്ല, 99 ആടുകൾ എനിക്കുണ്ടല്ലോ എന്ന്. പ്രത്യുത ആ മനുഷ്യൻ ആ നഷ്ടപ്പെട്ട ഒന്നിനെ തേടി പോവുകയാണ്. കണ്ടെത്തും വരെ അന്വേഷിക്കുകയാണ്. കണ്ടുകിട്ടിയപ്പോൾ തോളിലേറ്റി ഭവനത്തിൽ വന്ന് പ്രിയപ്പെട്ടവരുമായി സന്തോഷിക്കുകയാണ്. ഇവിടെ ഒരു ഉപമയിലൂടെ ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹം വെളിപ്പെടുത്തുകയാണ്. ഇവിടെ ഈ ഇടയൻ സർവശക്തനായ ദൈവമാണ്. ആടുകൾ മനുഷ്യരും. ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോകുന്നത് സർവശക്തനായ ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ദൈവം അനുനിമിഷം തൻ്റെ സൃഷ്ടിയുടെ മകുടമായ മർത്യനെ തൻ്റെ അരികിലേക്ക് വിളിക്കുന്നു. ദൈവം വിളിക്കുന്നത് തന്നോടൊപ്പം ജീവിക്കുവാനാണ്. നാം ഈ ഭൂമിയിൽ അദൃശ്യനായ, അരൂപിയായ, ആത്മസ്വരൂപിയായ സർവശക്തനോടൊപ്പം ജീവിക്കുമ്പോൾ നാം നഷ്ടപ്പെട്ടു പോകാതെ നിത്യജീവൻ പ്രാപിക്കും. ദൈവത്തെ ത്യജിച്ചുള്ള ജീവിതം അത് നാശത്തിലേക്ക് നയിക്കുന്നുവെന്ന് തിരുവചനം പറയുന്നു. നാം നഷ്ടപ്പെട്ട അവസ്ഥയിലെങ്കിൽ നമുക്കൊരു തിരിച്ചുവരവ് ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു നഷ്ടപ്പെടലിൻ്റെയും തിരിച്ചു ലഭിക്കലിൻ്റെയും ചരിത്രമാണ് ഇവിടെ നാം ഇന്ന് വായിച്ചു കേട്ടത്. 100 ആടുള്ള മനുഷ്യന് ഒന്ന് നഷ്ടപ്പെടുന്നു. ആ നഷ്ടപ്പെട്ടതിനെ തിരഞ്ഞു പോകുന്നു, കണ്ടുകിട്ടുമ്പോൾ സന്തോഷിക്കുന്നു. ഈ ഭൂമിയിലുള്ള സകല ജാതി ജനങ്ങളുടെയും തിരിച്ചു വരവാണ്. അഥവാ ദൈവത്തിന് അവരെ രക്ഷിക്കപ്പെട്ടവരായി തിരിച്ചു കിട്ടുന്നതിലാണ് ദൈവത്തിൻ്റെ സന്തോഷം. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. നാഥാ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു,